പുത്തൂരിലെ 20 ഏക്കർ നെൽകൃഷി നശിച്ച സംഭവത്തിൽ കർഷകരെ സഹായിക്കുമെന്ന് സ്ഥലം സന്ദർശിച്ച ടി.ഐ. മധുസൂദനൻ എം.എൽ.എ. വിഷയം നിയമസഭയിൽ ഉന്നയിക്കുമെന്നും എം.എൽ.എ. പറഞ്ഞു. കരിവള്ളൂർ പുത്തൂർ പാടശേഖരത്ത് 20 ഏക്കറോളം നെൽകൃഷി നശിച്ചിരുന്നു. നെൽച്ചെടികളിലെ കതിരുകളൊന്നും വിളയാതെ പതിരായി പോയതായിരുന്നു പ്രശ്നം. പുതിയ H4 എന്ന സങ്കരയിനം ശ്രീലങ്കൻ നെൽവിത്ത് പരീക്ഷിച്ചതാണ് കർഷകർക്ക് വിനയായത്. കൊയ്യാൻ സമയമായപ്പോഴാണ് മുഴുവനും പതിരായി പോയതെന്ന് കർഷകർക്ക് മനസ്സിലായത്. പതിരായിപ്പോയ വയലുകൾ ടി.ഐ. മധുസൂദനൻ എം.എൽ.എ. സന്ദർശിച്ചു. കർഷകർക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് വയലുകൾ സന്ദർശിച്ച ശേഷം എം.എൽ.എ. പറഞ്ഞു. അപ്പോൾ ഒരു വഴിയുമില്ലാത്ത നിലയിൽ ഇത് തുറന്ന് കൃഷി ചെയ്യാനുമില്ല. വിത്തെല്ലാം പോയി, നന്നായിട്ട് വിളഞ്ഞു വന്നിട്ടുള്ളത് എല്ലാം ചാഴിയായിപ്പോയി. എന്താ ചെയ്യേണ്ടത് എന്നുള്ള വലിയ ആശങ്കയിലും വലിയ വിഷമത്തിലുമാണ് കൃഷിക്കാർ നിൽക്കുന്നത്. ഞങ്ങളിപ്പോൾ കാണുന്നത് കൃഷിഭവൻ മുഖേന എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് അവരുമായിട്ട് ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ നിയമസഭ നടക്കുകയാണ്. ഇവിടുത്തെ ഈ പ്രത്യേക വിഷയം കൃഷിവകുപ്പിൻ്റെ റിപ്പോർട്ടടക്കം വെച്ചുകൊണ്ട് കൃഷി വകുപ്പ് മന്ത്രിക്ക് തന്നെ ഒരു നാടിൻ്റെ ആവശ്യങ്ങൾ, ഈ കഷ്ടനഷ്ടം പരിഹരിക്കുന്നതിനുള്ള എന്തെങ്കിലും ആശ്വാസ പദ്ധതി ഒരു അടിയന്തര പ്രാധാന്യമുള്ള കാര്യമെന്ന നിലക്ക് കൃഷിക്കാർക്ക് കൈത്താങ്ങ് ഗവൺമെൻറ് കൊടുക്കണമെന്നുള്ളൊരാവശ്യം ഗവൺമെൻറ് മുന്നിൽ ഉന്നയിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് കൃഷിവകുപ്പും മറ്റ് ഈ രംഗത്ത് ശാസ്ത്രീയമായിട്ടൊരു ധാരണയുള്ളവരും എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അതിന് കൃത്യമായി ശാസ്ത്രീയമായി പഠിച്ച് ഭാവിയിൽ ഇതിങ്ങനെ ഒരു ദുർഗതി വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജാഗ്രത ഉണ്ടാവണമെന്നുള്ളതാണ് പൊതുവിൽ ഞങ്ങൾ കാണുന്നത്. കൃഷി വകുപ്പിന്റെ റിപ്പോർട്ട് അനുസരിച്ച് നിയമസഭയിൽ അടിയന്തര വിഷയമായി പ്രശ്നം ഉന്നയിക്കുമെന്നും കർഷകർക്ക് സഹായം നൽകുമെന്നും എം.എൽ.എ. കൂട്ടിച്ചേർത്തു. കൃഷി ഓഫീസർ A.N. അനുഷ, കെ മധു, കണ്ണൻ, സതീശൻ, പി ഭാസ്കരൻ തുടങ്ങിയവർ എം.എൽ.എക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ.